ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വിബ്രിയോയുടെ വിർലൻസ് ഫാക്ടേഴ്സും ദെൻ കോളറ എന്ന് പറഞ്ഞ ഡിസീസസിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പാത്തോജൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഇതിന്റെ വിർലൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത് കോളറ ടോക്സിൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് CT ഓർ കോളറ ടോക്സിൻ. ഇത് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് can inhibit the absorption of sodium and chloride in the intestine and also able to produce hypersecretion of large volume of water and electrolytes and also activation of adenylate cyclase and it will leads to the overproduction of cyclic AMP. ഓക്കെ, അത് മൂന്ന് ഫംഗ്ഷൻ ആണുള്ളത്. ദാറ്റ് ഈസ് ഒന്ന് സോഡിയത്തിന്റെയും ക്ലോറൈഡിന്റെയും ഇൻഡസ്ട്രിയൽ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്ത് കളയും. രണ്ടാമത്തത് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ ഹൈപ്പർ സെക്രഷൻ നടത്തും. തേർഡ് വൺ ഇസ് എന്താണ് ആക്ടിവേഷൻ ഓഫ് അഡിനിലേസ് സൈക്ലേസ് ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു ഓവർ പ്രൊഡക്ഷൻ ഓഫ് സൈക്ലിക് AMP. ഈ മൂന്ന് ഫംഗ്ഷൻ ആണ് കോളറ ടോക്സിന് വരുന്നത്. സെക്കൻഡ് വൺ ഇസ് ദ സെക്കൻഡ് വിർലന്റ് ഫാക്ടർ ഇസ് ദ TCP, ദാറ്റ് ഈസ് ടോക്സിൻ കോറഗുലേറ്റഡ് പൈലസ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ടോക്സിൻ കോറഗുലേറ്റഡ് പൈലസ്, ദാറ്റ് ഈസ് ഇറ്റ് ഇസ് എ പൈലെ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ അറ്റാച്ച്മെന്റ് ടു ദ സെൽ സർഫസ്. Okay. The second one is the accessory colonization factors. It also helps in the adhesions of bacteria into the intestinal mucosa. The next one is the hemagglutination proteases or mucinases. Proteases or mucinases. It is an enzyme able to lyse the protein and the mucins. So it will able to the intestinal. It will able to induce the intestinal inflammation and also releasing the free vibrios into the intestinal lumen. Then neuraminidase. It is also an enzyme and it increases the toxin receptors for Vibrio cholerae. Then siderophores, it able to cause sequestration of ions. ഇത്രയാണ് ഇതിന്റെ മെയിൻ വിർലൻസ് ഫാക്ടേഴ്സിൽ വരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രൊഡോമിനന്റ് ആയിട്ട് വരുന്നത് കോളറ ടോക്സിനും ദെൻ TCP, ദാറ്റ് ഈസ് ടോക്സിൻ കോറഗുലേറ്റഡ് പൈലസും ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം വാട്ട് ഈസ് കോളറ. കോളറ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് ആയിരിക്കും. ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് മെയിൻലി കോസ്ഡ് ബൈ വിബ്രിയോ കോളറ ആയിരിക്കും. ഇതിന്റെ സിവിയർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു പേഷ്യൻസിന് പെർഫ്യൂം, പെയിൻലെസ്, വാട്ടറി ഡയറിയ ആൻഡ് ഓൾസോ എഫേർട്ട്ലെസ് വോമിറ്റിംഗ്. ജസ്റ്റ് ഒന്ന് ചുമ്മാ നിന്നാൽ മതി. നമുക്ക് വോമിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല നമ്മൾ സ്ട്രെയിൻ കൊടുക്കണം, എന്താണ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വായ തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് വോമിറ്റസ് വരുന്ന എന്നുള്ള രീതിയിലായിരിക്കും. then ഇതിന്റെ ഒക്കെ ഫലമായിട്ട് എന്തിലേക്ക് ലീഡ് ചെയ്യാം? ഇറ്റ് മേ ബി ലീഡ്സ് ടു ഹൈപ്പോവോളിമിക് ഷോക്ക് ആൻഡ് ഡെത്ത് ഈസ് if it is untreated, death occurs within 24 hours. ഓക്കെ, അതായത് അത്രയും സിവിയർ ഡിസീസസ് ആണ് കോളറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നോക്കാം, ഇതിപ്പോൾ ട്രീറ്റഡ് കേസസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു വോമിറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു കോളറ എന്ന് പറഞ്ഞ ഡിസീസസ് ഇറ്റ് മേ ലാസ്റ്റ് ഫോർ 4 to 6 days ആയിരിക്കും. ഈ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസിന്റെ ബോഡി വെയിറ്റിനെ കാട്ടിയും ട്വൈസ് ദ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് സെക്രീറ്റഡ് എന്നായിരിക്കും. അതായത് നമ്മുടെ ബോഡി വെയിറ്റിനെ കാട്ടിയും 2 ഇരട്ടി ഫ്ലൂയിഡ് വോളിയം ഈ സ്റ്റൂള് വഴി എന്ത് പാസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കോളറയുടെ ഏത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കലാണെങ്കിൽ അതിന് എന്തുണ്ടാവും, മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ മാസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഈ ഒരു ലോസ് ഓഫ് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ വേരിയേഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. മെയിൻ ടിപ്പിക്കൽ സിംപ്റ്റം ഫൈൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും, മാസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കോളറയുടെ സ്റ്റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു കളർലെസ് വാട്ടറി ഫ്ലൂയിഡ് ആയിരിക്കും, റിച്ച് വിത്ത് മ്യൂക്കസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് റൈസ് വാട്ടർ സ്റ്റൂൾ. അതായത് നമ്മുടെ ഈ കഞ്ഞിന്റെ വെള്ളം അങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റൂൾ കാണാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് റൈസ് വാട്ടർ സ്റ്റൂൾ എന്നാണ് പറയുന്നത്. ഈ ഒരു റൈസ് വാട്ടർ സ്റ്റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഒഫെൻസീവ് സ്വീറ്റിഷ് ഓർഡർ ആയിരിക്കും. നമ്മൾ ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ നോക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എൻ ഐസോട്ടോണിക് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഹാവിംഗ് റിച്ച് ഓഫ് ബൈകാർബണേറ്റ് കൂടുതലായിരിക്കും ഉണ്ടാവുക ആൻഡ് ലിറ്റിൽ പ്രോട്ടീൻ ഉണ്ടാവും. അതായത് ഇതൊരു ബൈകാർബണേറ്റ് റിച്ച് ഐസോട്ടോണിക് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആയിരിക്കും ആൻഡ് ലിറ്റിൽ പ്രോട്ടീൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബോഡിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്താണ് ഈ ഫ്ലൂയിഡ് വോളിയം, അതായത് ഈ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ ലോസ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയത്തിൽ നല്ല റിഡക്ഷൻ സംഭവിക്കുന്നു. ദെൻ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യാം, ഹീമോ കോൺസെൻട്രേഷൻ എന്നുള്ള കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈപ്പോകലീമിയ ലീഡ് ചെയ്യാം. ദെൻ ബേസ് ഡെഫിഷ്യന്റ് അസിഡോസിസ് ആൻഡ് ഈവൻ ഷോക്ക് വരെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ ലോസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, മസ്കുലർ ക്രാംസ് ഉണ്ടാവും, ദെൻ റീനൽ ഫെയിലിയർ ആൻഡ് പൾമണറി എഡിമ, കാർഡിയക് അരിത്മിയാസ് ആൻഡ് പാരലൈറ്റിക് ഇലിയസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചേഞ്ചസ് ഉണ്ട്. ദാറ്റ് ഈസ് വിത്തിൻ 24 hours മുതൽ 5 days വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിന്റെ ക്ലിനിക്കൽ സിംറ്റംസിലും എന്ത് ചെയ്യും, വളരെ ചേഞ്ചസ് ഉണ്ട്. ചില സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോലി ആയിരിക്കും. അതായത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ചില സമയത്ത് 1 അല്ലെങ്കിൽ 3 വരെയുള്ള നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യാം. ചില സമയത്ത് എന്തായിരിക്കാം,
അബ്രപ്റ്റ്ലി സഡൻ മാസീവ് ഫ്ലൂയിഡ് ബോഡി ആയിരിക്കണം. അതായത് സഡൻ മാസീവ് ഡയറി ആയിരിക്കും ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഓർഗാനിസം കോളനൈസേഷൻ ചെയ്തിട്ടുണ്ട്, ഇതിന് എത്രത്തോളം ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ പാത്തോജനിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്തായിരിക്കും ഇൻഫെക്ഷൻ കിട്ടുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആയി ഓറലി ആണ് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത്. ദെൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വിബ്രിയോയുടെ കേസിൽ എന്താണ്, ഇറ്റ് ഈസ് ഹൈലി സസെപ്റ്റബിൾ ടു ആസിഡ് ആണ്, എസ്പെഷ്യലി ഗ്യാസ്ട്രിക് ആസിഡ് ഹാവിംഗ് ഹൈ പി എച്ച് ഹാവിംഗ് എ ലോ പി എച്ച് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു ഓർഗാനിസത്തിന് പെട്ടെന്ന് തന്നെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചെറിയ ഡോസ് ഓഫ് വിബ്രിയോ ഒക്കെ നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗ്യാസ്ട്രിക് എസിയൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഓർഗാനിസത്തിന്റെ കില്ലിംഗ് അവിടെ തന്നെ നടക്കും. ദെൻ നമ്മൾ തിയററ്റിക്കലി പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10⁻⁶ പാത്തോജനിക് വിബ്രിയോസ്, 10⁻⁶ എന്ന് പറഞ്ഞാൽ എത്രയും 10⁻⁵ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 lakh ആയി അല്ലേ. ഇത് 10 lakh ഓർഗാനിസംസ്, അതായത് നമ്മൾ 10⁻⁶ ഓർഗാനിസം നമ്മുടെ വിത്തൗട്ട് ഫുഡ് അല്ലെങ്കിൽ ബഫറോ, അതായത് തിയററ്റിക്കലി നമ്മൾ പറയുന്നു ഒരു 10⁻⁶ ഓർഗാനിസത്തിനടുത്ത് നമ്മളെടുത്ത് വായിലോട്ട് കഴിച്ചു എന്ന് വിചാരിക്കാം. ഇത് നമുക്ക് എന്ത് കോസ് ചെയ്യില്ല, ഒരിക്കലും ഇൻഫെക്ഷൻ കോസ് ചെയ്യത്തില്ല. കാരണം എന്താണ്, ഒന്നുമില്ല, നേരെ ഓർഗാനിസം മാത്രമേ ഉള്ളൂ. ഇത് നേരെ എങ്ങോട്ടേക്ക് എത്തുന്നു, സ്റ്റൊമക്കിൽ എത്തുന്നു, അവിടെ ഗ്യാസ്ട്രിക് അസിയൽ ഉണ്ട്, അതങ്ങ് കില്ല് ചെയ്ത് കളയും. ഇനി അതേ സമയത്ത് തന്നെ ഈ സെയിം ഡോസ് തന്നെ നമ്മൾ ഫുഡിന്റെ കൂടെ കഴിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ബഫേഴ്സ്, അതായത് സോഡിയം ബൈകാർബണേറ്റ് ബഫേഴ്സിന്റെ കൂടെ ഒക്കെ കഴിക്കലാണെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് ഡെഫിനറ്റ്ലി എന്ത് കിട്ടും, നമുക്ക് കോളറ എന്ന് പറഞ്ഞ ഡിസീസ് കിട്ടും. കാരണം എന്താണ്, അവിടെ അലോങ് വിത്ത് ഫുഡ് അല്ലെങ്കിൽ അലോങ് വിത്ത് ബഫർ ആവുന്ന സമയത്ത് ഈ ഒരു ഗ്യാസ്ട്രിക് അസിയലിന് ആക്ട് ചെയ്യാനുള്ള ചെറു പരിധികളുണ്ട്. ദെൻ ഒന്ന് ഫുഡിനെ ആക്ട് ചെയ്യണം, രണ്ടാമത്തെ ഈ ഒരു ഓർഗാനിസത്തിനെ ആക്ട് ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു ഓർഗാനിസം അവിടുത്തെ പതുക്കനെ എസ്കേപ്പ് ചെയ്ത്, അതായത് ഈ 10⁻⁶ ഓർഗാനിസം വരുന്നുണ്ടെങ്കിലും ദെൻ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നതായിരിക്കും വളരെ കുറച്ച് ഓർഗാനിസം, ഒരു 100 അല്ലെങ്കിൽ 10 ഓർഗാനിസം മാത്രമേ എത്തുന്നുള്ളൂ. പക്ഷെ എന്താണ്, ഈ 10 അല്ലെങ്കിൽ 100 ഓർഗാനിസം ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് അറ്റാച്ച്മെന്റ് നടന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് ടോക്സിൻ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമുക്ക് ഡിസീസ് കോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിനെ പറ്റി നോക്കാം. പിന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് എവിടെ എത്തി, ഈ ഗ്യാസ്ട്രിക് അസിയലിനെ അത് എസ്കേപ്പ് ചെയ്തിട്ട് നേരെ സ്റ്റൊമക്കിലെത്തി, സ്മോൾ ഇൻഡസ്ട്രിയിലെത്തി. ഞാൻ ഈ സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർഗാനിസത്തിന് എന്തുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മ്യൂസിനേസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, എൻസൈം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസും ഉണ്ട്. ഈ മ്യൂസിനേസും അതുപോലെ തന്നെ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസും ഈ ഒരു ഇൻഡസ്ട്രിയൽ സെൽസിന്റെ മുകളിലൊക്കെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സിന്റെ മുകളിലൊക്കെ ആക്ട് ചെയ്തിട്ട്, ഇപ്പൊ നമുക്കറിയാം സ്മോൾ ഇൻഡസ്ട്രിയിൽ എന്തുണ്ട്, മ്യൂക്കസ് പ്രൊഡ്യൂസിങ് മ്യൂക്കസ് ഉണ്ട്. ആ ഒരു മ്യൂക്കസിന് മുകളിലേക്ക് മ്യൂസിനേസ് ആക്ട് ചെയ്തിട്ട് മ്യൂക്കസിനെ ക്ലീവ് ചെയ്ത് മാറ്റും. ദെൻ ഇതെന്താണ്, ആക്ച്വലി മോട്ടൈൽ ആണ്. ദെൻ കീമോടാക്ടിക് ആക്ടിവിറ്റി കൊണ്ട് ഇത് നേരെ എങ്ങോട്ടേക്ക് എത്തുന്നു, നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയുടെ മുകളിലുള്ള മ്യൂക്കസ് ലെയേഴ്സിനൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതങ്ങ് ക്ലീവ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ഹൈലി ആക്റ്റീവ് മോട്ടൈലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇത് അൾട്ടിമേറ്റ്ലി നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിലേക്ക് എത്തുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം ഇത് എപ്പിത്തീലിയൽ സെൽസിലെത്തി ദെൻ എന്ത് സംഭവിക്കുന്നു, അവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് TCP, ദാറ്റ് ഈസ് ടോക്സിൻ കോറഗുലേറ്റഡ് പൈലസ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പൈലസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ അറ്റാച്ച്മെന്റ്. ഓക്കെ, അതായത് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിൽ ഈ TCP വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു ഓർഗാനിസം അവിടെ അഡ്ഹർ ചെയ്ത് നിൽക്കും. ഓക്കെ, ദെൻ എന്ത് സംഭവിക്കുന്നു, വൺസ് ഇത് അഡ്ഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം എന്ത് ചെയ്യും, ആ ഒരു എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും. ഇത് ഒരിക്കലും നമ്മുടെ ഷിജല്ല പോലെ എന്ത് ചെയ്യില്ല, ഇൻവേഷൻ നടന്നു പോകത്തില്ല. അതുപോലെ തന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഒരു ഇൻഡസ്ട്രിയൽ സെൽസ്, ഈ ഒരു എപ്പിത്തീലിയൽ സെൽസിനും ഡാമേജും സംഭവിക്കത്തില്ല. ദെൻ എന്ത് ചെയ്യും, പക്ഷെ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിൽ തന്നെ ആരുണ്ടാവും, ഈ വിബ്രിയോയും കൂടി ഉണ്ടാവും. ഓക്കെ, ദെൻ എന്ത് സംഭവിക്കുന്നു, വിബ്രിയോ അവിടെ കിടന്ന എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിൽ കിടന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു, കോളറ ടോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. ഓക്കെ, ഈ കോളറ ടോക്സിൻ ഈസ് എ പവർഫുൾ എൻഡ്രോടോക്സിൻ ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നു, കോളറ ടോക്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. ദെൻ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യും, ഈ കോളറ ടോക്സിൻ നേരെ പോയിട്ട് അഡിനിലേറ്റ് സൈക്ലേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ സെൽസിന്റെ മുകളിലെ അഡിനിലേറ്റ് സൈക്ലേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. ദെൻ അതിന്റെ ഫലമായിട്ട് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രാസെല്ലുലാർ സൈക്ലിക് ആംപിയുടെ ലെവൽ അങ്ങ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് കോളറ ടോക്സിൻ നേരെ എന്തിനെ ആക്ടിവേറ്റ് ചെയ്യും, അഡിനിലേറ്റ് സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, നമ്മുടെ ഇൻട്രാസെല്ലുലാർ സൈക്ലിക് ആംപിയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, വൺസ് ഇൻട്രാസെല്ലുലാർ സൈക്ലിക് ആംപിയുടെ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ലീഡ് ചെയ്യും, ഇറ്റ് വിൽ ലീഡ് ടു സെക്രീഷൻ ഓഫ് വാട്ടർ ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് കാർബണേറ്റ്. അതായത് സിംപ്ലി എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ സെക്രീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങോട്ടേക്ക്, നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ലൂമനിലേക്ക് ഈ സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് നടക്കുന്നു. ഇത് എന്തിലേക്ക്, ഇത് എന്താണ്, ഇറ്റ് ഈസ് നോൺ ആസ് ഡയറിയ. ആ രീതിയിലാണ് ഇതിന്റെ പാത്തോജനസിസ് അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നുള്ള രീതി പറയുന്നത്.
ഇനി നമുക്ക് ഇതിന്റെ ടോക്സിനെ പറ്റി നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളറ ടോക്സിൻ. It is an example of AB toxin. What is AB toxin? AB toxin means it consisting of two subunits, that is factor A and fraction B. രണ്ട് സബ്യൂണിറ്റ് ഉണ്ടാവും. ഇതിനും അതുപോലെ തന്നെ എന്താണ്, it consisting of a factor A subunit and factor B subunit. This toxin consisting of 1 A subunit and 5 B subunit. The function of B subunit is just for the binding, that is it is mainly used to binding the GM1 ganglioside receptors on the jejunal epithelial cells. ഓക്കെ, നമ്മുടെ ജജനൽ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിലുള്ള GM1 ഗാംഗ്ലോസൈഡ് റിസപ്റ്ററിന്റെ മോഡ് വന്നിട്ട് ആര് ബൈൻഡ് ചെയ്യുന്നു, ഈ B5B സബ് യൂണിറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, then A subunit is the active toxin. Then അതിനെ എന്ത് ചെയ്യുന്നു, ഈ B subunit ബൈൻഡ് ചെയ്തതിനു ശേഷം ഈ ആക്റ്റീവ് ആയിട്ടുള്ള A subunit നേരെ എൻഡ്രോസൈറ്റ്സിന്റെ ഉള്ളിലോട്ട് വരും. Then into the enterocytes, ഈ A subunit is again divided into two, that is A1 and A2 എന്നുള്ള രണ്ട് ഫ്രാഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. Okay, ഇവിടെ നമ്മൾ നോക്കുന്നത് what is the function of A2? Function of A2 is just is the what is the function of A2? It is the just only the attachment to the active fraction A1 into the fraction B. അതായത് നമ്മുടെ ഈ ഒരു A2ന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ ടോക്സിൻ ആയിട്ടുള്ള B സബ് യൂണിറ്റിനോട് ജസ്റ്റ് A1 ബൈൻഡ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി മാത്രമേ ആർക്കുള്ളൂ, A2-നുള്ളൂ. അതായത് ഇവിടെ ആക്റ്റീവ് ടോക്സിൻ ആരാണ്, A1 ഫ്രാഗ്മെന്റ് ആണ് ആക്റ്റീവ് ടോക്സിൻ. ദിസ് A1 നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത A എന്ത് ചെയ്യുന്നു, ഫ്രാക്ഷൻ A എൻഡ്രോസൈറ്റ്സ് വെച്ച് ഡിസോസിയേറ്റ് ചെയ്തിട്ട് A1 A2 ആയിട്ട് മാറുന്നു. ഓക്കെ, അങ്ങനെ A1 എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ഇറ്റ് വിൽ ഏബിൾസ് ടു ആക്ടിവേഷൻ ഓഫ് പ്രൊലോങ്ഡ് ആക്ടിവേഷൻ ഓഫ് സെല്ലുലാർ അഡിനിലേറ്റ് സൈക്ലേസ്. ഓക്കെ, സെല്ലുലാർ അഡിനിലേറ്റ് സൈക്ലേസിന്റെ ആക്ടിവേഷൻ ആര് കോസ് ചെയ്യുന്നു, A1 ഫ്രാഗ്മെന്റ് കോസ് ചെയ്യുന്നു. then അതിന്റെ ഫലമായിട്ട് എന്ത് ലീഡ് ചെയ്യുന്നു, ഇറ്റ് വിൽ ലീഡ്സ് ടു അക്യുമുലേഷൻ ഓഫ് സൈക്ലിക് AMP ഇൻ ദ ഇൻട്രാസെല്ലുലാർ. നമ്മുടെ ഇൻട്രാസെല്ലുലാറിൽ സൈക്ലിക് AMPയുടെ ലെവൽ കൂട്ടുന്നു. then ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ഇറ്റ് വിൽ ലീഡ്സ് ടു ഔട്ട്പോറിംഗ് ഓഫ് ദ നമ്മുടെ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു വാട്ടറി ഡയേറിയ. ഓക്കെ, അതുപോലെ തന്നെ ദിസ് കോളറ ടോക്സിൻ ഓൾസോ ഇൻഹിബിറ്റ് ഇൻഡസ്ട്രിയൽ അബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് ക്ലോറൈഡ്. അതായത് സോഡിയം ക്ലോറൈഡിന്റെ ഇൻഡസ്ട്രിയൽ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് എന്താണ്, ഉള്ള സോഡിയത്തിന്റെയും ഫ്ലൂയിഡ്സിനെയും ഔട്ട്പോറിംഗ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. നമുക്ക് ഇതിന്റെ ടോക്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നോക്കാം. This is the cholera toxin consisting of 1 A subunit and 5 B subunit, and this is the in plasma നമ്മുടെ ജജനൽ എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിലെ GM1 ഗാംഗ്ലോസൈഡ് റിസപ്റ്റേഴ്സ് ആണ്. കണ്ടില്ലേ, ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ബൈൻഡ് ചെയ്യുന്നു. GM1 ഗാംഗ്ലോസൈഡ് റിസപ്റ്റേഴ്സിന്റെ മുകളിൽ B subunit വന്ന് ബൈൻഡ് ചെയ്യുന്നു. then after binding എന്താണ്, നമ്മുടെ ഫ്രാഗ്മെന്റ് A is ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ സെൽസിന്റെ ഉള്ളിലോട്ട് വരുന്നതാണ് കാണുന്നത്. കണ്ടില്ല, ഈ എൻഡ്രോസൈറ്റ്സിന്റെ ഉള്ളിൽ എത്തിയതിനു ശേഷം ഫാക്ടർ A എന്തായിട്ട് മാറുന്നു, A1 A2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, then ഇനി എന്ത് ചെയ്യുന്നു, ഈ A1 നേരെ പോയിട്ട് നമ്മുടെ എന്തിനെ പോയിട്ട് ആക്ട് ചെയ്യുന്നു, NADന്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് എന്തിലേക്ക് ലീഡ് ചെയ്തു, ഇത് ADP റൈബോസിലേക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, ADP റൈബോസിലേക്ക് ലീഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, then ADP റൈബോസിലേക്ക് ലീഡ് ചെയ്യുന്നു. then അവിടെ എന്തുണ്ടാവും, നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള അഡിനിലേറ്റ് സൈക്ലേസ് ഉണ്ടാവും. ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള അഡിനിലേറ്റ് സൈക്ലേസിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഈ ADP റൈബോസ് വന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള അഡിനിലേറ്റ് സൈക്ലേസിന്റെ മുകളിൽ വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ആക്റ്റീവ് അഡിനിലേറ്റ് സൈക്ലേസ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, സൈക്ലിക് AMPയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ സൈക്ലിക് AMPയുടെ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നു, വാട്ടർ ഇലക്ട്രോലൈറ്റ്സിന്റെ ഔട്ട്പോറിംഗ് നടക്കും. ഇതാണ് ATP റൈബോസ് വരുന്നു. then സൈറ്റോപ്ലാസം എന്ത് ചെയ്യുന്നു, ATP എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, സൈക്ലിക് AMPയുടെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഔട്ട്പോറിംഗ് നടക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് എന്തിലും വരുന്നത്, നമ്മുടെ പെർട്ടോസിസ് ടോക്സിൻ്റെ അകത്തും വരുന്നുണ്ട്. അത് നിങ്ങളിപ്പോൾ പഠിക്കണം, നമുക്ക് അത് എടുക്കുമ്പോൾ പഠിക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ആക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ പാത്തോജനസിസിൽ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നത് റൂട്ട് ഓഫ് എൻട്രി എന്താണ്, ഓറലാണ് റൂട്ട് ഓഫ് എൻട്രി. പിന്നെ കോളനൈസേഷൻ നടക്കുന്നത് ഇവിടെയാണ്, ഇൻഡസ്ട്രിയലാണ് കോളനൈസേഷൻ നടക്കുന്നത്. നമുക്ക് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോവോളിയമിക് ഷോക്ക് ഉണ്ടാവും, അസിഡോസിസ് ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, ഡയറിയ ഉണ്ടാവും, മസിൽ ക്രാംസ് ഉണ്ടാവും. എക്സ്ക്രീഷൻ എങ്ങനെയായിരിക്കും, നമ്മുടെ ഫീസസ് വഴിയായിരിക്കും ഇതിന്റെ എക്സ്ക്രീഷൻ നടക്കുന്നുണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വിബ്രിയോയുടെ പാത്തോജനസിസിൽ വരുന്നത്. ഓക്കെ.